കോടിയുടെ കാർ എടുക്കണം, 2 കോടിയുടെ റോൾസ് റോയ്സ് എടുക്കണം, 10 കോടിയുടെ വീട് വെക്കണം. ഒരു $10 ബിനാൻസിൽ വാങ്ങിച്ചിടാന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യാം. നമ്മുടെ വിഷയം നമ്മുടെ അകത്തിരിക്കുന്ന സബ്കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ റീപ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുക ഗൈസ്. സോ ക്ലയന്റ് മെസ്സേജ് അയച്ചു. അവർക്ക് എന്ന് പറയുമ്പോൾ പുറത്തല്ല പൈസ ഇരിക്കുന്ന കാര്യങ്ങൾ, പൈസയൊക്കെ ഉണ്ടാക്കുന്ന എല്ലാം നമ്മുടെ അകത്താണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. സോ ഇറ്റ്സ് ഡേ 9. നമുക്ക് മോർണിംഗ് ചെയ്യേണ്ട റൊട്ടീൻ ആദ്യം തീർക്കാം. വർക്ക്ഔട്ട്, മെഡിറ്റേഷൻ, സെൽഫ് ഇംപ്രൂവ്മെന്റ്. അപ്പോൾ നമുക്ക് അതെല്ലാം ഫിനിഷ് ചെയ്തിട്ട് വരാം. സോ ഗൈസ്, സെൽഫ് ഇംപ്രൂവ്മെൻറ്റും കാര്യങ്ങളും കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു ക്ലയൻറ്റ് മെസ്സേജ് അയച്ചു. അവർക്ക് ഒരു ആഡ് എൻ്റെ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. സോ ഞാനത് ഫാസ്റ്റായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ ചെയ്ത് ഇപ്പം തന്നെ അയച്ചു കൊടുത്തു ഗൈസ്. അപ്പോൾ ഇപ്പോൾ ടൈം ഒരു 12:30 കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ രാവിലെ എണീറ്റ് നമ്മുടെ റൊട്ടീൻ മാത്രമേ ഫോളോ ചെയ്തിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. സോ എല്ലാ ദിവസത്തെയും പോലെ നമുക്ക് കുളിച്ചിട്ട് പരിപാടി തുടങ്ങാം. യെസ് ഗൈസ്, അപ്പോൾ കുളിച്ച് കഴിഞ്ഞു. സോ കുളിച്ച് കഴിഞ്ഞ ഉടനെ നമ്മളിനി ചെയ്യേണ്ടത് മില്യൺ പ്രാക്ടീസാണ്. ബട്ട് ഇന്ന് രാവിലെ തൊട്ട് ഞാൻ കുറച്ച് വർക്ക്സും കാര്യങ്ങളും, അതുകൊണ്ട് നമുക്കിന്ന് വേറെ രീതിയിൽ ടു ഡു സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്ന് ടു ഡു സെറ്റ് ചെയ്തിട്ടില്ല, ടു ഡു സെറ്റ് ചെയ്യണം. അതേപോലെ ആ വീഡിയോ ഒന്ന് റെൻഡർ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് രണ്ടും ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ പോകാം. ഇപ്പോൾ ടൈം ഒരു 1:59. സോ അതിന് മുമ്പ് നമുക്ക് കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യണം, എന്നിട്ട് ഫുഡ് കഴിക്കണം. സോ ഗൈസ് അത് ചെയ്തിട്ട് വരാം. യെസ് ഗൈസ്, അപ്പോൾ വീഡിയോ റെൻഡർ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സെറ്റാണ് ഗൈസ്. ഗൈസ് അപ്പോൾ ഞാൻ ടുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഫുഡ് കഴിക്കാൻ പോകണം. ഇപ്പോൾ ടൈം 1:30 ഗൈസ്. അപ്പോൾ ഗൈസ് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ടുഡും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഈസിയാണ്. ഭയങ്കര ഈസി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി, വെരി ഈസി ഗൈസ്. അതായത് ഞാൻ ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ. എനിക്ക് അത് എല്ലാ ദിവസവും ചെയ്തപ്പോൾ ഒരു 7 to 9 days ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ അത് സിമ്പിളായി മാറിയിട്ടുണ്ട്. സോ നമുക്കതൊന്ന് അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ഇച്ചിരി ഹാർഡർ ആക്കണം. ടൈം എനിക്ക് കുറച്ചും കൂടെ ഇപ്പോൾ കൂടുതൽ കിട്ടുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതും കൂടെ ഒന്ന് ഫിക്സ് ചെയ്യണം. സോ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കഴിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ കഴിച്ചിട്ട് വന്ന് നമുക്ക് മില്യൺ പ്രാക്ടീസ് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യാം. സോ യെസ് ഗൈസ്. സോ ഗൈസ്, ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ എല്ലാ ദിവസവും എടുത്ത ചോറ് തന്നെ കഴിക്കുന്നത്. ഇന്നൊരു ചേഞ്ചിന് ഗൈസ് വേറൊരു കടയിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. ചോറ് തന്നെ കഴിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഹെൽത്തി അതാണ്, ബാക്കി എനിക്ക് ഓയിലാണ്. സോ ഗൈസ്, റോഡിൽ കൂടെ പോയപ്പോൾ നല്ല ബിരിയാണിയുടെ മണം ഞാൻ അങ്ങേര് കഴിച്ച് ഗൈസ്. നൈസായിരുന്നു ഗൈസ്. സർപ്രൈസ് ഗൈസ്, എനിക്ക് മുട്ട കിട്ടി. വാവ്. സോ ഗൈസ്, ചോറ് കഴിക്കാൻ പോയി ഞാനാണ്, എൻ്റെ കൺട്രോൾ പോയി, ഞാൻ ബിരിയാണി കഴിച്ചതുണ്ട്. സോ അങ്ങനെ ആട്ടെ ഗൈസ്, അത് പോട്ടെ. അപ്പോൾ ഗൈസ് നമുക്ക് $1,000,000 പ്രാക്ടീസ് ചെയ്യാം ഈ സമയം. ഓക്കെ യെസ് ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നൊരു 3 ഫ്രോഗ്സ്, പിന്നെ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക്. ഇത് നമുക്ക് ഫിനിഷ് ചെയ്യണം. അപ്പോൾ ആദ്യമേ നമ്മൾ മില്യൺ മൈൻഡ് സെറ്റ് തീർക്കാം. ഓക്കെ സോ ഗൈസ്, നമ്മൾ മില്യൺ മൈൻഡ് സെറ്റ് ക്ലാസ്സും കഴിഞ്ഞു. സോ ഗൈസ്, മില്യൺ മൈൻഡ് സെറ്റിൽ നമ്മൾ ഇന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ടർ ഗെയിമും ഇന്നർ ഗെയിമുമാണ്. അതായത് ഔട്ടർ ഗെയിം, ഇന്നർ ഗെയിം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അകത്തിരിക്കുന്ന ഒരാളെ സെറ്റ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ഈ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ അകത്തേക്ക് വേണ്ടിയാണ്. നമ്മുടെ അകത്തിന് ഒരു കേപ്പബിലിറ്റി ഉണ്ടെങ്കിലേ നമുക്ക് സെറ്റ് ആവാൻ, റിച്ച് ആവാനും പറ്റത്തുള്ളൂ. അത് ഔട്ടർ ഗെയിം എന്ന് പറയുമ്പോൾ പുറത്തല്ല പൈസ ഇരിക്കുന്ന കാര്യങ്ങൾ, പൈസയൊക്കെ ഉണ്ടാക്കുന്ന എല്ലാം നമ്മുടെ അകത്താണ്. സോ നമ്മുടെ മൈൻഡ് സെറ്റ് വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ പൈസ എല്ലാം ഓട്ടോമാറ്റിക് വലുതാവും. സോ അതാണ് നമുക്ക് ഇന്ന് മെയിനായിട്ട് നമ്മൾ പഠിച്ച ഒരു സംഭവം. പിന്നെ ഇന്ന് കഴിഞ്ഞിട്ട് നമ്മളെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ 5 സ്ട്രെങ്ത്. അതായത് നമുക്ക് സ്കില്ലുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ വ്ളോഗിങ്, വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോഗ്രാഫി, എന്തെങ്കിലും സ്കില്ലുള്ള, അങ്ങനെ പേഴ്സണലായിട്ട് നമുക്കിപ്പോൾ സെല്ലിങ് സ്കില്ല്, എന്താ സ്കില്ലുള്ളത് ആ സ്കില്ല് 5 എണ്ണം നമ്മളിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് എഴുതി വെക്കണം. ആൻഡ് ഗൈസ്, നിങ്ങൾക്കിപ്പോൾ കൺഫ്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളില്ല, നിങ്ങൾ സ്ട്രെസ് ചെയ്യുന്നില്ല, ഫ്രസ്ട്രേറ്റഡ് ആകുന്നില്ല, നിങ്ങൾക്കൊന്നുമില്ല, നിങ്ങൾ കൂളായിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, യു ആർ നോട്ട് ഗ്രോയിങ്. മനസ്സിലായോ? ഇപ്പം നിങ്ങൾക്ക് ഫ്രസ്ട്രേഷനും കൺഫ്യൂഷനും ഇങ്ങനെയുള്ള ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഗൈസ് മനസ്സിലാക്കുക, യു ആർ ഗ്രോയിങ്. സോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസും മെഡിറ്റേഷൻ അത് നമ്മൾ ഓൾറെഡി രാവിലെ ചെയ്തു. പിന്നെ ഇന്ന് മുതൽ നമ്മൾ 2 നേരമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ പോകുന്നു, രാവിലെയും വൈകുന്നേരം. പിന്നെ വിഷ്വലൈസേഷൻ, 10x വിഷ്വലൈസേഷൻ ചെയ്യണം. അതുപോലെ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് സെൽഫ് ലെറ്റർ. സെൽഫ് ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾക്ക് തന്നെ എഴുതുന്ന ഒരു കത്ത്. ഇപ്പോൾ സെൽഫ് ലെറ്റർ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ ഒരു കത്ത് എഴുതും. ലൈക്ക് നമ്മൾ പുറത്താണെങ്കിൽ നമ്മൾ അമ്മയോടൊക്കെ കത്ത് എഴുതുന്ന പോലെ, അമ്മേ ഞാനിവിടെയാണ്, ഇങ്ങനെയാണ്, അതൊക്കെ പോലെ നമ്മൾ നമ്മളോട് തന്നെ എഴുതുന്നവരാണ് സെൽഫ് ലെറ്റർ. സെൽഫ് ലെറ്റർ എന്ന് പറയുമ്പോൾ ലൈക്ക് ഇപ്പം എൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഡിയർ നിഖിൽ,
എൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, മടുത്തു. ഇപ്പോൾ ഓൾട്ടോ എൻ്റെ കാറ് സെന്നാണ്, ഞാനത് ഓടിച്ച് മടുത്തു. സോ എനിക്ക് ഇത്ര രൂപയുടെ കോടിയുടെ കാർ എടുക്കണം, 2 കോടിയുടെ റോൾസ് റോയ്സ് എടുക്കണം, 10 കോടിയുടെ വീട് വെക്കണം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് വേണ്ടി ഒരു ലെറ്റർ എഴുതാം. അത് നമ്മൾ ഫീൽ ചെയ്ത് മനസ്സിലാവും. നമ്മളത് ഫീൽ ചെയ്ത് 3 വട്ടം എല്ലാ ദിവസവും അത് വായിക്കുക. അപ്പം നമുക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ വിഷയം, നമ്മുടെ അകത്തിരിക്കുന്ന സബ്കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ റീപ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുക ഗൈസ്. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഗെയിം. അപ്പോൾ ഒരു സെൽഫ് ലെറ്റർ എഴുതണം, അത് നിങ്ങൾ ചെയ്യണം. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൺഫ്യൂഷൻസും കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ റിമൂവലും നെഗറ്റീവ് റിമൂവലും തോട്ട്സ് ഒക്കെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അകത്തുള്ള നെഗറ്റീവും കൺഫ്യൂഷൻസ് ഒക്കെ പറന്നു പോകും. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഇത്രേ ഉള്ളൂ. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. സോ ഗൈസ്, നമ്മളിപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോകണം. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോറക്സ് ക്ലാസ് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം പോയി ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് ഫുള്ള് സെറ്റപ്പ് ഉണ്ട്. തന്നെ ഫോളോ ചെയ്ത് കൊണ്ടുപോവാ. അതൊരു പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള, അതായത് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഗൈസ് നമ്മൾ ഈവനിങ് ഒക്കെ ആയപ്പോൾ ഒന്ന് ഡ്രൈവിന് പുറത്തൊന്ന് പോയി. നൈസായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ നൈറ്റ് ഒരു 6 മണിയായി. നേരെ വണ്ടി എടുത്ത് നമ്മൾ ട്രേഡർ ഉണ്ടായിരുന്നു, ട്രേഡറുമായിട്ട് പോയി ലുലുവിൻ്റെ സൈഡിലൊക്കെ കൂടെ ഒന്ന് ട്രാവൽ ചെയ്തു. നൈസാണ് ഗൈസ് നൈറ്റ് ലൈഫ്, ബട്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല. അങ്ങനെ നമ്മളൊരു കടയിൽ കയറി ഗൈസ്. ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസ് ഒരു ഗൈസ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഫ്രണ്ട് വീലിൽ പഞ്ചറായി. അപ്പോൾ തന്നെ അടുത്തുള്ളൊരു ചേട്ടനെ വിളിച്ച് നമ്മൾ പഞ്ചറിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്, ചേട്ടൻ വന്ന് ടയർ ഉരുക്കൊണ്ടുപോയി ഷോപ്പിലിട്ട് ടയർ പഞ്ചറൊക്കെ ഒട്ടിച്ച് നമുക്ക് സാധനം പെട്ടെന്ന് തന്നെ സെറ്റായി. പെട്ടെന്ന് സെറ്റായെന്ന് പറഞ്ഞാൽ ഒരു 1 അവറോളം വേസ്റ്റ് ആയി ഗൈസ്. നമ്മളൊരു 8 ആയപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാണ്, പണിയെല്ലാം കഴിഞ്ഞ് വീലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ 9 ആയി. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. സോ ഗൈസ്, ഐ എം ബാക്ക് ടു ഹോം. ഇപ്പോൾ നമ്മൾ ഫോറക്സ് ക്ലാസ് തീർത്തു, പോസ്റ്റ് ഇട്ടു ആൻഡ് മെഡിറ്റേഷൻ ചെയ്യണം. ഇനി വൈറ്റ് എഡിറ്റ് ചെയ്യണം, അത് ഇന്നത്തെ ചെയ്യണം. ഡെമോ ട്രേഡ് ഇന്ന് നമ്മൾ നോക്കിയായിരുന്നു, നിഫ്റ്റിയിലല്ല, നമ്മളിന്ന് ഗോൾഡിലാണ് നോക്കിയത്. ഓക്കെ, അതും കംപ്ലീറ്റഡ് ആണ്. സോ ജേർണലിംഗ് രാത്രി, ഗാർഡനിങ് നമ്മളിന്ന് ചെയ്തു ആൻഡ് മൂവി ടൈം ഗൈസ് ഓൾമോസ്റ്റും ഫിനിഷ് ചെയ്തു. അതേപോലെ നമ്മളിന്ന് നമ്മുടെ പേയ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതേപോലെ ഞാനൊന്ന് ആഡ് ചെയ്ത് എൻ്റെ പേയ്മെൻറ്റ് 1000 സംതിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാൽ ഒരു 1000 റുപ്പീസ് എടുത്ത് ഒരു $10 ഇൻ ബിനാൻസിൽ വാങ്ങിച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ $10 ബിനാൻസിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി നമ്മൾ 10 വെച്ച് ചെയ്യണം, എന്നാലും നമുക്ക് ഒരു $100 ഇട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഗൈസ്, അത് ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യണം. ഇതുവരെയുള്ള വീഡിയോ എഡിറ്റ് ചെയ്ത് തരാം.